ഇനി 2 റൺ കൂടി വേണം. ഹണി, ഇവിടെ ക്രിക്കറ്റ് കളിയല്ല നടക്കുന്നത്. പക്ഷേ എന്റെ മൊബൈലിൽ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ടല്ലോ. ദാ നോക്കിയേ. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുന്ന പഴഞ്ചൊല്ല് പോലെയാ. ഇവൻ ഒരിക്കലും നന്നാവില്ല. വാ, നമുക്ക് മാച്ചിൽ ഫോക്കസ് ചെയ്യാം. എന്റെ പേര് വാഷിംഗ് കുമാർ മെഷീൻ. ഞാനാണ് ഡൈനിൻ കുമാർ ടേബിൾ. ഈ മാച്ച് ഞങ്ങൾ തന്നെ ജയിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേര് വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ അച്ഛൻ വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന ആളാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ വളരെ ഇഷ്ടമാണ്. എന്റെ അനിയന്മാരുടെ പേരുകൾ ഫ്ലഷ് കുമാർ ലൈറ്റ്, പിന്നെ വാഷ് കുമാർ ബേസിൻ എന്നാണ്. ഈ കളി സത്യസന്ധമായി കളിക്കണം. കാരണം പോളിസി ഈസ് ദ ബെസ്റ്റ് ഹോണസ്റ്റി. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നാ പറയാറ്. എന്റെ അമ്മോ, നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നേക്കാൾ നല്ലത് കുതിരയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ഇവരുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോകുമല്ലോ ചേട്ടാ. എടാ, യൗമാര് ചീറ്റ് ചെയ്യാണല്ലോ. ആര് ചീറ്റ് ചെയ്തെന്നാ പറയുന്നേ? കറക്റ്റ് റൺഔട്ടാ ഇത്. അടിച്ചു, പൊളിച്ചു, തിമിർത്തു, ജയിച്ചു. എവിടെ ജയിച്ചെന്നാ? 2 റണ്ണിൽ ഇതേ ഔട്ടായി പോയില്ലേ? നീ ഇപ്പോഴും ക്രിക്കറ്റ് മാച്ചിൽ തലയും കുത്തി കിടക്കുവാണോ? എടാ, നമ്മുടെ സോർദാർ ജയിച്ചെന്നാ പറഞ്ഞത്. അങ്ങോട്ട് നോക്ക്, അവന് ട്രോഫിയും കിട്ടി. അവന്മാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ടാണെങ്കിലും നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുപോകും. ഞങ്ങളുടെ കൂട്ടുകാരന്റെ ട്രോഫി മര്യാദയ്ക്ക് തിരിച്ചതാ. ഈ ട്രോഫി ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഞങ്ങളുടെ കൂട്ടുകാരന്റെ ട്രോഫി ഞങ്ങൾ തിരിച്ചു വാങ്ങിച്ചിട്ടേ പോകൂ. ഡോഗിന് പോപ്പട്ട് കൂട്ട്. ഇനിയിപ്പോ നമ്മുടെ വയറിൽ ചെസ് കളിക്കാനും പറ്റും. ദാ പോണ്.
അവന്മാരോട് ഏറ്റുമുട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്റെ ശക്തി തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഏ ഏ, 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 ടാറ്റാ. ഹണി നീ എന്താ പിടിക്കാതിരുന്നേ? ഞാൻ ആ ട്രോഫി കുറച്ചേരം പിടിച്ചായിരുന്നല്ലോ. എടാ നീ എന്താ അവന്മാരെ പിടിക്കാതിരുന്നെന്ന്? അത് പിന്നെ എന്റെ കയ്യില് ട്രോഫി ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തിനാ ട്രോഫി നീ അവർക്ക് കൊടുത്തത്? ഞാൻ അവന്മാരെ പോലെയൊന്നും അല്ല. ഒരു സാധനം കിട്ടിയാലേ മാന്യമായിട്ട് തിരിച്ചേൽപ്പിക്കും. പോപ്പട്ടെ നിനക്ക് പറക്കാൻ പറ്റില്ലേ? നീ ഞങ്ങളുടെ കൂടെ എന്തിനാ ഓടുന്നേ? ഇവൻ ശരിക്കൊരു കഴുത തന്നെയാ. പോപ്പട്ടെ, ചെന്നീ ബെൽറ്റ് നിർത്താനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്ക്. ചുവന്ന ബട്ടൺ ചിലപ്പോ അതായിരിക്കും സ്റ്റോപ്പ് ചെയ്യുന്നത്. എടാ, ചുവന്ന ബട്ടൺ ചിലപ്പോൾ അപകടം ഉണ്ടാക്കിയേക്കാം. താങ്ക് യു. പക്ഷേ ആ ട്രോഫി ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇതാ പറ്റിയ അവസരം. ഇവന്മാർക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാതെ ഇന്ന് എനിക്ക് എന്തായാലും ഉറക്കം വരത്തില്ല. വേണ്ട നിക്ക്. നമ്മൾ 4 പേരുണ്ട്, ഇവരാണെങ്കിൽ 2. അതുകൊണ്ട് ഇതത്ര നല്ലതല്ല. ദേ നോക്ക്, നിങ്ങൾ ഹണിയുടെ ശക്തി കണ്ടു കഴിഞ്ഞു. പോപ്പട്ടാണെങ്കിൽ ശക്തിയിലാ കൊത്തുന്നത്. അത് നിങ്ങൾ താങ്ങിയെന്ന് വരില്ല.
പിന്നെ ജോർദാറിന്റെ ശക്തിയിലുള്ള ഇടി അത് നിങ്ങൾ രണ്ടെണ്ണം കിട്ടിയാലേ അറിയൂ. ഞങ്ങളോട് ഏറ്റുമുട്ടുന്നെങ്കിൽ സുരക്ഷയ്ക്കായി ഇതാ ഈ രണ്ടെണ്ണം തലയിൽ വെച്ചോ. ആ പിന്നെ ഈ ജഗ്സിനെ ഗ്ലൗസ് പോലെ കിട്ടുള്ളൂ. ഈ പ്ലേറ്റേ വയറിൽ നന്നായിട്ട് കെട്ടി വെച്ചോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇടിക്കുമ്പോ നല്ല വേദന എടുക്കും. പിന്നെതാ ഈ ചങ്ങല ബെൽറ്റിന് പകരം അരയിൽ ദാ ഇങ്ങനെ കെട്ടാം. നിങ്ങൾ വളരെയധികം നല്ലവരാണല്ലോ. താങ്ക് യു. പക്ഷേ ഞങ്ങൾ അത്ര നല്ലവരൊന്നുമല്ല. അതുകൊണ്ട് ആ ട്രോഫി ഞങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുപോകും. ട്രോഫിയുടെ പുറകെ നിങ്ങൾ ഓടാൻ കാണിച്ച ഇതേ ആവേശം കഴിഞ്ഞുപോയ മത്സരത്തിൽ നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഈ ട്രോഫി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു. വളരെ ശരിയാണ്. ട്രോഫി മോഷ്ടിക്കുന്നതിനേക്കാളും നല്ലത് അതിന് അർഹനാകുന്നതാണ്. പിന്നെ അഭിമാനത്തോടെ വീട്ടിൽ കൊണ്ട് പോകാം. എനിക്ക് മാപ്പ് തരണേ. ഞാൻ 2 കാലും കൂപ്പി നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ കൈ കൂപ്പി മാപ്പ് ചോദിക്കാം. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. നീ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്തില്ലല്ലോ. നമ്മൾ ഇപ്പോഴാണ് ശരിക്കും വിജയിച്ചത്. ഇനി പാർട്ടി.